ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫർസാന. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് സൂക്കിലോട്ടാണ് കേട്ടോ. കുറേ ദിവസം ഇറച്ചി കഴിച്ച് നമുക്ക് മടുപ്പായി. അപ്പോൾ നമ്മൾ എന്തെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മീനും അങ്ങനെ മീൻ കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൂക്കിലോട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് കുറച്ച് ട്രാജഡി ആവും. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി. ഇവിടെ ഭയങ്കര ചൂടാണ്, നല്ല ചൂടുണ്ട് ഇവിടെ. ഇപ്പം ഒമാനിൽ ബർക്കയിലും കൂടെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു. MBOയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചൂടത്തുനിന്ന് ഈ തണുപ്പത്തോട്ട് കയറിയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി കുറച്ച് പൈസ എടുത്തുകൊണ്ട് നമ്മൾ നേരെ സൂക്കിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ കൂടുതലും ഈ സൂക്കിൽ മറീന ബർക്കേനെ കാണിക്കണം. കാരണം നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് പോകുന്ന അവിടെയാണ്. നമ്മൾ ചില സമയത്ത് കറങ്ങാൻ പോകുന്നത്, മീൻ വാങ്ങാൻ പോകുന്നത്, ഈദ്ഗാഹിന് പോകുന്നത് മിക്ക ഉള്ളപ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ വീഡിയോസിലും കാണിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ മറീന ബർക്ക. നല്ല ചൂടുണ്ട് ഗൈസ്, എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂടുണ്ട്. ഞാൻ ഈ കാറ് കയറി ഇരുന്നപ്പോൾ തന്നെ ഫുള്ള് വീർത്ത് കുളിച്ച്. എൻ്റെ മുഖം കാണുമ്പോഴേ എൻ്റെ ഉമ്മച്ചീരെയും ബാബച്ചീരെയും മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചൂട് കാലത്താണ് ഈത്തപ്പഴങ്ങൾ പഴുക്കണത്. കാരണം ഈ പൂച്ച കിടക്കണം എന്തെന്ന് വെച്ചാൽ തണുപ്പ് തട്ടാൻ വേണ്ടിയിട്ട് കിടക്കണം. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് മരിച്ചു പോയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ മീൻ വാങ്ങാൻ കയറി. ഈ മീനൊന്നും നമ്മൾ കഴിക്കില്ല, പക്ഷേ ഈ മീനായിരുന്നു അവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിക്കാത്ത മീനായിരുന്നു അധികവും ഉണ്ടായിരുന്നത് ഗൈസ്. പിന്നെ നമ്മൾ കഴിക്കുന്ന മീനുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയും. ചൂടായതുകൊണ്ട് തന്നെ അധികം ആരും കടലിൽ പോകില്ലെന്നാണ് വാപ്പ പറഞ്ഞത്. ഇതൊന്നും നമ്മൾ കഴിക്കുന്ന മീനല്ല, നമ്മൾ ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം കാണുന്നതാണ്. ഇത് കണ്ടോ, നല്ല വലുപ്പമുള്ള മീനുകളാണ് ഗൈസ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ മാർക്കാൻസേരി ചെന്നിട്ടുണ്ടായിരുന്നു. കാരണം മീനൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ പതിവ് പോലെ തന്നെ വെള്ളിയാഴ്ച നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ യുദ്ധം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല വില ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറിയൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ വരണ കഴിക്കാൻ ഈ സാധനം ട്രൈ ചെയ്ത്. ഇത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമൊക്കെയാണ് കാണാൻ. നാട്ടിലും ഉണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. അങ്ങനെ ഉമ്മച്ചി ആണ് ചെയ്തത്. പരിപാടികൾക്കൊക്കെ ശേഷം വന്ന് കാറ് കയറിയതും വിയർത്തൊരു പരിവായി. ഒരു 5 മിനിറ്റ് കാറിലോട്ട് വരാൻ, 5-10 മിനിറ്റ് കാറ് പുറത്തും കിടന്നോളൂ. അതിൻ്റെ അകത്ത് നല്ല ആവി പോലായി, പ്രഷർ കുക്കർ പോലായി കാറ്. പിന്നെ വീടെത്തിയപ്പോഴത്തേക്കും നാരങ്ങ, നമ്മളെ വീട്ടിൻ്റെ താഴെ നാരങ്ങ മരമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അത് പറിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ പൂച്ചേനെ കണ്ടത്. നമുക്ക് അത് ഇഷ്ടംപോലെ നാരങ്ങ കിട്ടും. ഇങ്ങനെ കുറേ തൊഴിഞ്ഞ് വീണ് താഴെയായിട്ടും കിടക്കും. അല്ലാതെ നമുക്ക് പറിക്കാനും പറ്റും ഗൈസ്. ആക്ച്വലി ഈ മരം ഞാൻ അറിയുന്നത് ഇവിടെ വന്നിട്ട് ഒരു 6 മാസങ്ങൾക്കൊക്കെ ശേഷമാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീടെന്ന് വെച്ചാൽ 4 ഡിവൈഡായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് മുകളിലത്തെ നിലയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ താഴെ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ കൊച്ചു പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതിനുശേഷം എപ്പോഴും നമ്മൾ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇതെടുക്കും. കുറേ തൊഴിഞ്ഞു വീണ് കിടക്കും. മരത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കും ഗൈസ്. പക്ഷേ ഇപ്പോൾ ഒടുക്കത്തെ ചൂട് കാരണം ഇവിടെ തന്നെ നിൽക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ തട്ടിയൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കവർ നിറച്ച് നമുക്ക് നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ എന്തിനാ പോയി ഇത്രയും നാരങ്ങ പറക്കി എന്തിനാന്ന് വെച്ചാലേ, നമുക്ക് നാരങ്ങ വെച്ച് ടാങ്ക് ഉണ്ടാക്കൂലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി വേണ്ടവർ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ മതി ഗൈസ്, കിട്ടിക്കോളും. നല്ല വീഡിയോസ് ഉണ്ട്, അപ്പോൾ അത് കിട്ടിക്കോളും ഗൈസ്. അത് എനിക്ക് റെസിപ്പിയൊന്നും ഇടാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. അടുക്കളയിൽ നിന്ന് ഇതൊന്നും ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് പ്ലസ് ഈറ്റിംഗ് മൈ ഡേ, വാട്ട ഈറ്റിന് ഡേയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ബെറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ പാലും പഞ്ചസാരയും കൂടെ ഇട്ട്, ഹോർലിക്സാണ് എല്ലാവരും ഇട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ ഹോർലിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അത് കഴിച്ചു. അത് വെച്ച് ചൂടത്ത് നിന്നായാലും ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ ബിരിയാണി കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ വൈകിട്ട് വലുതായിട്ടൊന്നും കഴിച്ചില്ല. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ബർത്ത്ഡേ ആയതുകൊണ്ട് പായസം കൊണ്ട് തന്നു. അങ്ങനെ അത് കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.